നമസ്കാരം. കഴിഞ്ഞയിടയ്ക്ക് ഇവിടെ എത്തിയ ഒരു രോഗിയുടെ അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രായം 51 വയസ്സ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഉദ്ധാരണക്കുറവ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതാണ്ട് 10-15 വർഷങ്ങളായിട്ട് പല ആശുപത്രികളിൽ നിന്നും പല ഡോക്ടേഴ്സിനെ കണ്ട് ചികിത്സ തേടിയിരുന്നു. മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഏതാണ്ട് ആരംഭത്തിലൊക്കെ വയാഗ്ര പോലുള്ള മരുന്നുകൾ ഏറ്റവും ചുരുങ്ങിയ ഡോസിൽ കഴിച്ചിട്ട് അവസാനം ഡോക്ടർ നിർദ്ദേശിച്ചതിൻ്റെ 4 ഇരട്ടി വരെ കഴിച്ചു. ഡോക്ടർ പറഞ്ഞു ഈ ഗുളിക ഇത്ര മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകരുത്. പക്ഷേ ഈ വ്യക്തി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞതിൻ്റെ ഇരട്ടി കഴിക്കാൻ തുടങ്ങി. ഇരട്ടി കഴിച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെടാൻ പറ്റും. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കുറച്ച് 5-6 മാസം കൂടെ കഴിഞ്ഞപ്പം 3 ഗുളികയാക്കി. അത് കഴിഞ്ഞപ്പം 4 ആക്കി. എന്നിട്ടും ഫലമില്ലാത്ത അവസ്ഥയെത്തി. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. കുറേ വർഷങ്ങളായിട്ട് ഷുഗറുള്ള ഏതാണ്ട് 38 വയസ്സ് മുതൽ പ്രമേഹം ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പരിശോധനയിൽ പ്രമേഹം കൺട്രോളിലല്ല, കൺട്രോൾ കുറച്ച് കുറവാണ്. സാമാന്യം തരക്കേടില്ലാത്ത കൺട്രോളുണ്ട്, മരുന്നുകൾ കഴിക്കുന്നുണ്ട്. പെനീസ് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ലിംഗത്തിനകത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ വേണ്ടത്ര രക്തം ഒഴുകി വരുന്നില്ല. ആ രക്തക്കുഴലിൽ എവിടെയൊക്കെയോ കാര്യമായ അടവുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ മസിലുകളുടെ ഇലാസ്റ്റിസിറ്റിയൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഒരുപാട് പേരിലൊരു സ്മൂത്ത് മസിൽ ഡിസ്ഫങ്ഷനായിട്ട് വരാറുണ്ട്. അപ്പോൾ വേണ്ടത്ര രക്തപ്രവാഹം ഒരു സൈഡിൽ വരുന്നില്ല, മറ്റൊരു സൈഡിലാവട്ടെ നല്ല ലീക്കും ഉണ്ട്. വലത് സൈഡിൽ വന്ന ബ്ലഡ് അങ്ങനെ തന്നെ ഒഴുകിപ്പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ഹയസ്റ്റ് ഡോസിൽ, സാധാരണ നോർമലി ഡോക്ടേഴ്സ് കൊടുക്കുന്ന മരുന്നിനേക്കാളും അമിതമായ അളവിൽ മരുന്നുകൾ കഴിച്ചിട്ടും അദ്ദേഹത്തിന് ഫലമില്ലാതെ വന്നത്. ഈ ഒരു കേസിൽ ഞങ്ങൾ എല്ലാ ടെസ്റ്റുകൾക്കും ശേഷം പറഞ്ഞു, ഇതിന് ഇംപ്ലാന്റ് ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ, മരുന്നുകൾ കൊണ്ടൊരിക്കലും നിങ്ങളെ സുഖപ്പെടുത്താനായിട്ട് കഴിയില്ല. മാത്രമല്ല എത്ര കാലം മരുന്ന് കഴിച്ചാലും ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഷുഗർ, പ്രഷർ തുടങ്ങിയ രോഗങ്ങളുള്ള ആൾക്കാരുടെ രോഗം സാധാരണഗതിയിൽ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വയറിളക്കമായിട്ടൊരാൾ വരുന്നു, ഒരു പനിയായിട്ട് വരുന്നു, ഇതൊക്കെ തന്നെ നമുക്ക് ക്യൂർ ചെയ്യാം. ഒരു വയറിളക്കം വരുമ്പോഴും ഒരു ടൈഫോയിഡ് ഫീവർ ആണെങ്കിലും അവിടെ അതിന് കാരണമായ ചില ഓർഗാനിസംസ് ഉണ്ട്. ബാക്ടീരിയ ആവട്ടെ, വൈറസ് ആവട്ടെ, അല്ലെങ്കിൽ അമീബിയ ആവട്ടെ, ഇത്തരം പരജീവികളെയൊക്കെ തന്നെ മരുന്നുകളിലൂടെ ഉന്മൂലനം ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ഒരു ബാക്ടീരിയയെ ശരീരത്തിലുള്ളതിന് ഇൻഫെക്ഷന് കാരണമായിട്ടുള്ള ബാക്ടീരിയയെ നശിപ്പിച്ച് കളയുന്നതോടുകൂടി ആ രോഗത്തിൽ നിന്നും രോഗിക്ക് പൂർണ്ണ രോഗവിമുക്തി ലഭിക്കുന്നു. എന്നാൽ ഉദ്ധാരണശേഷിക്കുറവിൻ്റെ കാര്യത്തിൽ പലർക്കും അങ്ങനെയല്ല. കാരണം ശരീരത്തിൽ വന്നുപോയ കേടുപാടുകൾ തിരിച്ചു മാറ്റാൻ കഴിയില്ല. ഇദ്ദേഹത്തിന് ചെറുപ്രായം തൊട്ടുണ്ടായിരുന്ന പ്രമേഹ രോഗം അതിനൊരു കാരണമായിട്ടുണ്ട്. പിന്നീട് ലിംഗത്തിനകത്ത് ഒരു സൈഡിലെ രക്തക്കുഴലിൽ അടവ് വന്നു, മറ്റൊരു സൈഡിലാവട്ടെ ബ്ലഡ് വന്ന ബ്ലഡ് അവിടെ നിൽക്കാതെ ഇറങ്ങിപ്പോകുന്നുമുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഏറ്റവും ഉചിതമായ ചികിത്സ എന്ന് പറയുന്നത് പെനൈൽ പ്രോസ്തസിസ് ഇംപ്ലാന്റ് ഓപ്പറേഷനാണ്. കാരണം ഇവിടെ മരുന്ന് ഫലിക്കുന്നില്ല, മരുന്ന് കഴിച്ചിട്ട് ഫലമില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഈ വ്യക്തിക്കാവട്ടെ സെക്സിൽ ഏറ്റവും അധികം താല്പര്യമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഭാര്യ അദ്ദേഹത്തെക്കാളും ഒരു 10 വയസ്സ് പ്രായം കുറവാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്കും വളരെയധികം ഇൻട്രസ്റ്റ് സെക്സിലുണ്ട്. നന്നായിട്ട് അവർ ഒരു കാലത്ത് എൻജോയ് ചെയ്തിരുന്നു. പിന്നീട് വളരെ ചെറുപ്രായത്തിലെ രണ്ടാളും കല്യാണം കഴിഞ്ഞു. ആദ്യകാലത്തൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ഏകദേശം 20 വർഷം മുൻപാണ് ഈ ഉദ്ധാരണക്കുറവ് കുറേശ്ശെയായിട്ട് തുടങ്ങി അത് കൂടി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക്, ഒന്ന് രതിബന്ധം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക്, അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, പങ്കാളിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മരുന്നുകൾ ഫലിക്കാതെ വരുമ്പോൾ ഏറ്റവും ഉത്തമമായ ചികിത്സ എന്ന് പറയുന്നത് പെനൈൽ പ്രോസ്തസിസ് ഇംപ്ലാന്റ് ഓപ്പറേഷനാണ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഇംപ്ലാന്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രി വിട്ടു. അതുകൊണ്ടാണ് ഈ വിവരം നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്.
ഇങ്ങനെ ധാരാളം പേർക്ക് ഒരു ശാശ്വത പരിഹാരമാണ് ഇംപ്ലാന്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലങ്ങളിൽ അദ്ദേഹത്തിന് മരുന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴാണോ തൻ്റെ പങ്കാളിക്ക് സെക്സ് വേണമെന്ന് പറയുന്നത് ആ സമയത്തൊക്കെ അദ്ദേഹത്തിനും മനസ്സിലാഗ്രഹമുണ്ട്, മനസ്സുണ്ട് എങ്കിൽ ബന്ധപ്പെടാൻ പറ്റും. മാത്രമല്ല എത്ര സമയം വേണേലും ഇരുവരും ആഗ്രഹിക്കുന്നത് വരെ ആ ബന്ധം തുടരാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇംപ്ലാന്റ് ഓപ്പറേഷൻ നിർദ്ദേശിച്ചതും അത് ചെയ്തതും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.